سبحانه وتعالى في كلامه القديم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. صدق الله العظيم. الحمد لله رب العالمين. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാൻ വേണ്ടി, ഖുർആനിന്റെ ആയത്തുകളിലെ ആശയങ്ങൾ പരസ്പരം പഠിക്കുവാൻ വേണ്ടി ഒരു മജ്ലിസ് കൂടി അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യവും നൽകിയിരിക്കുന്നു. അല്ലാഹു തആല നമ്മളുടെ ഈ കൂട്ടായ്മയെ, ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുകയും അത് നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്രദമാകുന്ന, പ്രയോജനപ്രദമാകുന്ന ഒരു അമലായി അല്ലാഹു കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം ഖുർആൻ രാജമാർഗം എന്നതാണ്. നമ്മൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാനിന്റെ ആയത്തിൽ സൂറത്തുൽ ഫുർഖാനിന്റെ ആയത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്ന ഒരു പരാതിയാണ് പരാമർശമായിട്ടുള്ളത്. മുഫസ്സിറുകൾ അതിനെ പരാതി, ആവലാതി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ എത്രത്തോളം നമ്മുടെ ജീവിത മാർഗമായി മാറണമെന്നും ഖുർആനികമായ കൽപ്പനകളും നിരോധനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നാം എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതുമാണ് ആ ആയത്തിന്റെ വിശദീകരണമായി മുഫസ്സിറുകളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിന്റെ ആ ആയത്ത് ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹുവിനോട്, എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, എന്റെ സമൂഹം ഈ ഖുർആനിനെ ഉപേക്ഷിക്കുന്നു അല്ലാഹുവേ. യാ റബ്ബി, എന്റെ അല്ലാഹുവേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ സമുദായം, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അമലുകളില്ലാത്ത അവസ്ഥയിൽ, പരിഗണിക്കാത്ത അവസ്ഥയിൽ, പുറന്തള്ളപ്പെട്ട അവസ്ഥയിൽ എന്റെ സമുദായം ഈ പരിശുദ്ധമായ ഖുർആനിനെ കാണുന്നു അല്ലാഹുവേ. അല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പരാതി ബോധിപ്പിക്കുകയാണ്, ഒരു ആവലാതി ബോധിപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥങ്ങളിലൂടെ മാത്രം നാം ഒന്ന് സഞ്ചരിച്ചാൽ തന്നെ എത്ര വേദനയിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ പരാതി പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദന വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിന്റെ അളമത്തും അതിന്റെ മഹത്വവും അതിന്റെ ഗരിമയും അതെത്രത്തോളം സ്വീകരിക്കപ്പെടേണ്ട ഒന്നാണ്, അതെത്രത്തോളം ജീവിത മാർഗമാകേണ്ട ഒന്നാണ്. എന്നിട്ടും എന്റെ സമുദായം
അതിന് വേണ്ട വില നൽകുന്നില്ലല്ലോ എന്ന ഖുർആനിന്റെ ഗരിമയെ ഓർമ്മിപ്പിക്കുന്ന സൂചനയും ഈ ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ എങ്ങനെ സമീപിക്കേണ്ട ഗ്രന്ഥമാണ് എന്നും നാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ട, ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ട നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരായത്തും കൂടിയാണ് സൂറത്തുൽ ഫുർഖാനിലെ ഈ ആയത്ത്. നാം അത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ, വേണ്ടതുപോലെ അതിനെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനയെയും അല്ലാഹു തആല ഇതിൽ എടുത്തു കാണിക്കുകയാണ്. എന്ത് ചെയ്യാനാണ് അല്ലാഹുവേ, ഇവരിതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഖുർആനിനെ അതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, മനസ്സിലാക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും അയാളുടെ മനോഗതം അങ്ങനെ തന്നെ ആയിരിക്കും. അതേത് കാലഘട്ടത്തിലും അങ്ങനെയായിരിക്കും. ഇന്നത്തെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഒരാൾ വായിക്കാൻ തുടങ്ങി എന്ന് സങ്കല്പിക്കുക. അതിന്റെ ആദ്യ ആയത്തുകളിലൂടെ വിശദീകരണങ്ങളിലൂടെ അവന്റെ മനസ്സ് കടന്നു ചെല്ലുമ്പോൾ തന്നെ തീർച്ചയായും ആശ്ചര്യത്തോടെ അയാൾ ഓർത്തുപോകും. ഇത്രമേൽ പ്രധാനപ്പെട്ട ഈ ഗ്രന്ഥത്തെ ഈ മുസ്ലിം സമുദായം എന്താണ് ഗൗരവത്തിൽ കാണാത്തത് എന്ന്. ഒരാൾ ഖുർആനിനെ വിമർശിക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക. വിമർശനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അയാൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വിമർശകൻ പോലും ചിന്തിച്ചു പോകും, ഇത്ര ബൃഹത്തായ ആയത്തുകൾ ഇത്രയും കൃത്യമായ കോർവയിൽ ഒരു മനുഷ്യന് ഒരിക്കലും അടുക്കി വെക്കാൻ കഴിയാത്ത രീതിയിൽ അടുക്കപ്പെട്ടിരിക്കുന്ന, സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന, ഇന്നും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഇജാസുകൾ, അമാനുഷികമായ അതിന്റെ കോർവ, ആ കോർവയുടെ അടയാളങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളിലൂടെ, ചിന്തകന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ പുതിയ കാലത്തെ ടെക്നോളജിയിൽ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സുപോലും ഒരു തവണ ആശ്ചര്യം കൊണ്ട് വല്ലാതെ അന്താളിച്ച് നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന രീതിയിൽ സംവിധാനിക്കപ്പെട്ട ഈ ആയത്തുകളിലൂടെ, അതിന്റെ വിശദീകരണങ്ങളിലൂടെ ഒരാൾ കടന്നുപോയാൽ, അത് വിമർശനത്തിന്റെ ശൈലിയിൽ കടന്നുപോയാൽ പോലും അയാൾ ആശ്ചര്യപ്പെട്ടു പോകും. ഖുർആനിന്റെ ഗരിമയിലുള്ള ആശ്ചര്യമല്ല, ഇത് വീടുകളിലും പള്ളികളിലും മനസ്സിലും കൈകളിലും ഫോണുകളിലും പോക്കറ്റുകളിലും എല്ലാം സൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സമുദായം, ഒരു സമൂഹം ഇതിനെ ഇങ്ങനെ അവഗണിക്കുന്നല്ലോ എന്ന് വേദനയോടെ ചിന്തിച്ചു. പിന്നെ എങ്ങനെയാണ് മുൻഗാമികളുടെയും പിൻഗാമികളുടെയും വിജ്ഞാനം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനയുണ്ടാവാതിരിക്കുക? ആ വേദനയാണ് ഈ ആയത്തിൽ പ്രതിഫലിക്കുന്നത്. അല്ലാഹുവേ, എന്റെ സമുദായം ഈ ഖുർആനിനെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല അല്ലാഹുവേ എന്ന്. ആ വേദനയാണ് ആ ആയത്തിൽ പ്രതിഫലിക്കുന്നത്. ഇതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങളായ മഹാന്മാർ 3 കാര്യങ്ങൾ ആമുഖമായി എഴുതുന്നുണ്ട്. എന്താണ് ഖുർആനിനെ സമുദായം വേണ്ടതുപോലെ പരിഗണിക്കാതിരിക്കുന്നത്? അതിൽ ആദ്യത്തേത്, ഖുർആൻ സമുദായം വായിക്കാനുള്ള ഗ്രന്ഥമായി കണ്ടു എന്നതാണ്. ഓതുവാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ സമുദായത്തിന്റെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു പോയി എന്നതാണ്. തിലാവത്തുണ്ട്, ഓതുന്ന വിഷയത്തിൽ ആരും പുറകോട്ടല്ല താനും. പക്ഷെ ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ തർക്കു തദബ്ബുരി ബിഹി എന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചിന്തയില്ലാതായി പോവുക, ആയത്തുകളെ കുറിച്ച് ആലോചിക്കാതിരിക്കുക, പാരായണത്തിനു വേണ്ടി മാത്രം പരിശുദ്ധ ഖുർആൻ പരിമിതപ്പെടുത്തപ്പെടുക. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് മുഫസ്സിരിങ്ങൾ എഴുതിയത് തർക്കുൽ അമലി ബിഹി, പരിശുദ്ധ ഖുർആൻ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാവുക, അമൽ ചെയ്യാതിരിക്കുക ഖുർആൻ അനുസരിച്ച്. മൂന്നാമതായി എഴുതിയത് തർക്കു തബ്ലീഗിഹി,
ഇലന്നാസ്, ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിനെ, അതിനെ പ്രബോധനം ചെയ്യുന്നതിനെ ഈ സമുദായം വിട്ടുകളഞ്ഞത്. ഈ 3 കാര്യങ്ങൾ ഖുർആനിനോട് ഈ സമുദായം കാണിച്ച വഞ്ചനയാണ് എന്ന് മുഫസ്സിറുകൾ എഴുതുന്നുണ്ട്. അതിൽ ആദ്യത്തേത് സഹോദരങ്ങളെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, തർക്കു തദബ്ബുരി ഫീ ആയാത്തില്ല, അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ചുള്ള ചിന്തയില്ലാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഫാത്തിഹ ഓതാൻ അറിയാം, എല്ലാ വഖത്തിലും നമ്മൾ അത് ഓതുന്നുണ്ട്. വഖത്തിൽ മാത്രമല്ല, നിസ്കാരങ്ങളിലെല്ലാം നമ്മൾ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുന്നുണ്ട്. ഫാത്തിഹയോടൊപ്പം ചെറിയ ചെറിയ സൂറത്തുകൾ ഓതുന്നുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് നാം ഓതുന്ന സൂറത്തുകളുടെ മഅന അറിയാം? സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഇജാസുകൾ, അമാനുഷികമായ സംവിധാനങ്ങൾ, അതിനെക്കുറിച്ച് നാം എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു എന്ന പദം നമുക്ക് എത്ര പേർക്ക് അതിന്റെ യഥാർത്ഥ ആശയം അറിയാം? നിങ്ങൾക്കറിയുമോ, മുഫസ്സിരീങ്ങൾ അൽഹംദുവിലെ അലിഫ് ലാമിനെ പേജുകളോളം വിശദീകരിക്കുന്നുണ്ട്. പേജുകളോളം അതെന്തു തരം അലിഫ് ലാമാണ് എന്ന്, അതെന്തു തരം സ്തുതിയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആ ഫാത്തിഹയിൽ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് എന്ന്. നാം എത്ര വർഷമായി ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ട്? നമുക്ക് എന്തെങ്കിലും അത്തരം ഒരു ആലോചന, ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ബാക്കി കിടക്കുന്ന 113 സൂറത്തുകളിൽ, അധ്യായങ്ങളിൽ നാം എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്? ആരാണ് നമ്മളുടെ മുമ്പിൽ ഖുർആൻ ഓതുവാൻ വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമാണ് എന്ന് പരിചയപ്പെടുത്തിയത്? ഓതുവാൻ വേണ്ടി മാത്രമുള്ള ഗ്രന്ഥം അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? എന്നു മുതലാണ് ഓതുവാൻ മാത്രമായി ഖുർആൻ പരിമിതപ്പെടുത്തിയത്? അത് വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നതാണോ? ആലോചിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിട്ടുണ്ടോ? അറബിക്കുണ്ടായതുപോലെ. ആരാണത് അങ്ങനെ ആക്കിയത്? ഓതുവാൻ വേണ്ടി മാത്രമാണ് എന്ന്. ഓതുന്നതിന് കൂലിയില്ല എന്നല്ല ഈ പറയണത്, ഓതുന്നതിന് തീർച്ചയായും കൂലിയുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. അത് നമ്മളുടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിന്റെ ഭാഗവുമല്ല. അതുകൊണ്ട് ഓതുന്ന വിഷയമല്ല ഈ പറയണത്. ഓതിയാൽ മാത്രം മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സഹാബാക്കൾ ഓതുക മാത്രമാണോ ചെയ്തത്? പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ ഓതൽ മാത്രമായിരുന്നോ? നമ്മളുടെ മുൻഗാമികളായ ആളുകൾ ഇൽമിയായ ഗവേഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നടത്തിയതിനെ രോമാഞ്ചത്തോടുകൂടി നാം വായിക്കുന്നുണ്ട്. അവർ ഖുർആനിനെ ഓതുക മാത്രമാണോ ചെയ്തത്? അറബി ഭാഷയ്ക്കുണ്ടായ ദുര്യോഗം എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്, ബോധ്യത്തോടുകൂടി തന്നെയാണ്. നിങ്ങൾക്ക് ലോകത്ത് വേറെ ഏതെങ്കിലും ഭാഷയെ പരിചയപ്പെടുത്താൻ കഴിയുമോ? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ആ ഭാഷയുടെ അക്ഷരങ്ങൾ അറിയാം, ആ അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കുവാനും അറിയാം. അക്ഷരങ്ങൾ എഴുതാൻ അറിയാം, അക്ഷരങ്ങൾ വായിക്കുവാനും അറിയാം. പക്ഷേ വായിക്കുന്ന അക്ഷരങ്ങളുടെ അർത്ഥമറിയാത്ത ഒരു ഭാഷയെ പറ്റി ലോകത്ത് മറ്റേതെങ്കിലും ഭാഷയെ പറയാമോ? ആർക്കാണ് വായിക്കാൻ അറിയാത്തത്? അറബി വായിക്കാൻ അറിയാത്ത ആരാണുള്ളത്? ചെറുപ്പകാലം മുതലേ മദ്രസകളിൽ നമ്മളെ അലിഫും ബാവും താവും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് കൂട്ടി വായിക്കുവാനും കൂട്ടി എഴുതുവാനും നമുക്കറിയാം. പക്ഷെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇംഗ്ലീഷ് ഒരാൾക്ക് എഴുതാൻ അറിയാം, വായിക്കാനും അറിയാം, പക്ഷെ ഒരു വാക്കിന്റെയും അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് സമ്മതിക്കുമോ? ഒരാൾക്ക് തമിഴ് എഴുതാൻ അറിയില്ല, വായിക്കാനും അറിയില്ല, പറയാൻ അറിയാം എന്ന് പറഞ്ഞാൽ പിന്നെയും ദഹിക്കും. അങ്ങനെയുള്ളവരാണ് നമ്മളിൽ പലരും, അല്ലേ? കേട്ടാ മനസ്സിലാകും. പക്ഷെ എഴുതാൻ അറിയാം, വായിക്കാനും അറിയാം. പക്ഷെ എന്താണ് വായിക്കുന്നതെന്നോ എന്താണ് എഴുതുന്നതെന്നോ അറിയില്ല. അങ്ങനത്തെ ലോകത്തെ ഏതെങ്കിലും ഭാഷയുണ്ടോ സഹോദരങ്ങളെ? ഏതെങ്കിലും ഭാഷയെ പരിചയപ്പെടുത്താമോ? അങ്ങനെയുള്ള ഒരേ ഒരു ഭാഷ ആഗോള അടിസ്ഥാനത്തിൽ അറബി മാത്രമേ ഉള്ളൂ. കാരണം അറബി എഴുതുവാൻ, അറബി വായിക്കുവാൻ പഠിച്ചാൽ മതി.
അറബി നിങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് ആരോ തീരുമാനിച്ചതുപോലെ നിങ്ങൾ ഓദിക്കോ എത്ര വേണമെങ്കിലും, നിങ്ങൾ എത്ര ഹത്തമുകളും തീർത്തോ, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതിന്റെ അർത്ഥത്തിലേക്ക് നിങ്ങൾ കിടക്കരുത് എന്ന് ആരോ സംവിധാനിച്ചതുപോലെ. അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കി. എന്നാൽ വിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകളിലാണ് അല്ലാഹു തആല എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താണ് ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്, അതിൽ ആലോചിക്കാത്തത് എന്താണ്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ അവർ? താഴിട്ട് ഹൃദയങ്ങളെ പൂട്ടി വെച്ചിരിക്കുകയാണോ അവർ? ഖുർആൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അവർ ഖുർആനിൽ ചിന്തിക്കുന്നില്ല എന്ന്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ആലോചിക്കാത്തത് എന്താണ്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അത് അല്ലാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും പക്കൽ നിന്നായിരുന്നു അവതീർണമായത് എങ്കിൽ, അല്ലാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും അടുക്കൽ നിന്നാണ് ആ പരിശുദ്ധ ഖുർആൻ വന്നത് എങ്കിൽ അവർക്കതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഒരു കാലാതിവർത്തിയായ ഗ്രന്ഥമായി ഇതിന്റെ ഉത്ഭവം മുതൽ ഇന്നുവരെയും സാഹിത്യകാരന്മാരെയും ചിന്തകന്മാരെയും വിമർശകരെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമായി പതിറ്റാണ്ടുകളെല്ലാം നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞിട്ടും അന്തസ്സോടെ തലയുയർത്തിയ പരിശുദ്ധമായ ഗ്രന്ഥം നിൽക്കുന്നുണ്ട് എങ്കിൽ അതാണ് ആ ഗ്രന്ഥം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. പക്ഷെ ഏൽപ്പിക്കപ്പെട്ട സമൂഹം അതിനെ പുറം മൂടിയിൽ വായിക്കുന്നതിൽ മാത്രം ഒതുക്കിക്കളഞ്ഞു. ആലോചിച്ച് നോക്കുക, അവർ അതിൽ മാത്രം അതിനെ പരിമിതപ്പെടുത്തി. ആ ഭാഷയെ അവർ എഴുതുവാനും വായിക്കുവാനും മാത്രം അഭ്യസിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ അവർ ആ ഭാഷയെ ഉപയോഗിച്ചില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചോദിക്കുകയാണ്, കിതാബുൻ അൻസൽനാഹു മുബാറകൻ ലിയദ്ദബ്ബറു ആയാതി, ഈ പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ആ ആയത്തുകളിൽ മനുഷ്യൻ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആയത്തുകളിൽ ചിന്തിക്കുവാൻ. നിങ്ങൾക്കറിയുമോ, ആയത്തിലെ ആയത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ് ആയത്തിലെ ആയത്ത്? എന്താണ് ആ പ്രയോഗം? ഖുർആനിന്റെ വാക്യങ്ങൾക്ക് ആയത്ത് എന്നർത്ഥം നൽകിയതാരാണ്? എന്ന പ്രയോഗം നടത്തിയതാരാണ്? പരിശുദ്ധ ഖുർആനാണ്. എന്താണ് അറബിയിൽ ആയത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയുമോ? അറബിയിൽ ആയത്ത് എന്ന് പറഞ്ഞാൽ വാക്യം എന്നാണ് അർത്ഥം. ഖുർആൻ എങ്ങനെയാണ് ആയത്തിനെ പ്രയോഗിച്ചത്? ആയത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അടയാളം എന്നാണ്. അടയാളം എന്നാണ്. എന്തിന്റെ അടയാളം? ഒരാൾ ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചു എന്ന് സങ്കല്പിക്കുക. ആ തമ്പടിച്ചതിന് ശേഷം അവിടെ നിന്ന് ആ യാത്രാ സംഘം യാത്രയാകുമ്പോ പിന്നീട് വരുന്നവർ ആ പ്രദേശത്തെത്തിയാൽ ആ യാത്രക്കാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ വേണമെങ്കിൽ ആ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു യാത്രാ സംഘം താമസിച്ചിരുന്നു, അതിന്റെ അടയാളങ്ങളെല്ലാം കാണുന്നുണ്ട്. കുപ്പിയും പാട്ടയും അടുപ്പിന്റെ തീ കൂട്ടിയ പാടുകളും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ കുറെ പേർ താമസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിനെ അറബികൾ ആയത്ത്, അടയാളം എന്ന് വിളിക്കാറുണ്ട്. മരുഭൂമിയിലൂടെ ഒട്ടക സംഘം യാത്ര ചെയ്തിരുന്നു എന്നറിയുവാൻ ഒട്ടകത്തിന്റെ കുളമ്പടികൾ മരുഭൂമിയുടെ മണലുകളിൽ പാടുകൾ തീർത്തിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ പാടുകൾ കണ്ടാൽ അവർ പറയും, ഒട്ടക സംഘം നടന്നുപോയതിന്റെ ആയത്തുകൾ ഇവിടെ കാണുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ ആയത്തിനെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. മറ്റൊരു പ്രയോഗം പരിശുദ്ധ ഖുർആനിലുള്ളത് അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന അടയാളങ്ങൾ എന്നാണ് ആയത്തിന്റെ ഒരു പ്രയോഗം. അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന അടയാളം. അതിൽ അല്ലാഹു തആല പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്, ഭൂമിയുടെ അത്ഭുതകരമായ ഘടനയെ കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങളെ കുറിച്ചാണ്, തെളിവുകളെ കുറിച്ചാണ്. അവിടെയൊക്കെ അല്ലാഹു തആല വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ആയത്തുകൾ അല്ലാഹു പറയുന്നുണ്ട്.
ഒരുപാട് ആയത്തുകൾ. അപ്പോൾ അടയാളം, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന തെളിവുകൾ എന്ന പ്രയോഗമാണ് പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. എന്ത്? ആയത്ത് എന്ന അർത്ഥം നൽകിയത്. അതുകൊണ്ടാണ് ആയത്തുകളിലെ ആയത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഖുർആനിന്റെ ഓരോ ആയത്തും സഹോദരങ്ങളെ എഴുതി വെക്കീൻ, ഹൃദയം കൊണ്ട് കേൾക്കീൻ. ഖുർആനിന്റെ ഓരോ ആയത്തുകളും നമ്മളെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന മാസ്മരികമായ അടയാളങ്ങളാണ്. അതുകൊണ്ടാണ് ആയത്തിനെ ആയത്ത് എന്ന് വിളിക്കുന്നത്. അല്ലാതെ വാക്യം എന്നൊരർത്ഥം പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിനില്ല. ആയത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ലോകത്ത് എത്രയോ സാഹിത്യകാരന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഖുർആൻ അങ്ങനെ അമാനുഷികമായ ഒന്നായിക്കോട്ടെ. എങ്ങനെയെല്ലാം ചരിത്രകാരന്മാരായ ആളുകളുടെ എത്രയോ ക്ലാസിക്കൽ രചനകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇന്നും മുടിചൂടാമന്നനായി വാഴുന്ന ഷേക്സ്പിയറിന്റെ ലേഖനങ്ങൾ പോലെ, നാടകങ്ങൾ പോലെ, നോവലുകളും എഴുത്തുകളും പോലെ കാലാതിവർത്തിയായി നിലകൊള്ളുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ സാഹിത്യ ഭാവനയെ പോലെ, ജർമ്മനിലെ ഗോയിഥയെ പോലെ, ജർമ്മൻ ഭാഷയിൽ ഗോയിഥെ എഴുതി വെച്ചിരിക്കുന്ന ലേഖനങ്ങൾ, ഷില്ലർ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ, നോവലുകൾ കാലാതിവർത്തിയാണ്. മനുഷ്യൻ സാഹിത്യത്തിന്റെ ഉയർന്ന ഭാവമായി കാണും. പുരാതന പേർഷ്യൻ ഭാഷയിലെ റൂമിയുടെ കവിതകൾ പോലെ, ജലാലുദ്ദീൻ റൂമി, ഹാഫിളിന്റെ രചനകൾ പോലെ, മലയാളത്തിൽ അത്തരം ധാരാളം സേവനങ്ങൾ നൽകിയ ഒരുപാട് ക്ലാസിക് രചനകളിലൂടെ പ്രസിദ്ധരായ എഴുത്തുകാരന്മാരുടെ ഒരു സംഭാവന പോലെ, സംസ്കൃതത്തിലെ ഋഗ്വേദം പോലെ, അത്തരത്തിൽ അറബിയിലെ ഒരു ഖുർആൻ. അങ്ങനെ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദിക്കുന്നവരിലേക്കാണ് ആയത്തിലെ ആയത്ത് എന്ന് പറയുന്ന മഹാവിസ്മയം കടന്നു ചെല്ലുന്നത്. ഷേക്സ്പിയറിന്റെ നാടകം പോലെയല്ല, ഗോയിഥയുടെ നോവലുകൾ പോലെയല്ല, വിശുദ്ധ ഖുർആൻ റൂമിയുടെ കവിതകൾ പോലെയല്ല, പരിശുദ്ധമായ ഖുർആൻ ഋഗ്വേദത്തിന്റെ വചനങ്ങൾ പോലെയല്ല. വിശുദ്ധ ഖുർആൻ മലയാളത്തിലെ മാസ്മരികമായ നോവലിസ്റ്റുകൾ അവർ മനസ്സുകളെ സ്വാധീനിച്ചതുപോലെ, അല്ലെങ്കിൽ മനുഷ്യന്റെ വൈകാരികമായ അവസ്ഥകളെ സ്വാധീനിച്ചതുപോലെയല്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിനെ അല്ലാഹുവിലേക്ക് ലയിപ്പിക്കുന്നവയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ എങ്ങനെ ജീവിക്കണമെന്ന് ഒരേ ശൈലിയിൽ ഹൃദയങ്ങളിലേക്ക് ചാട്ടുളി പോലെ തറച്ച് കിടക്കുന്നവയാണ് വിശുദ്ധ ഖുർആൻ. അതാണ്. അതല്ലാതെ ഇതൊരു ആസ്വാദനം മാത്രമല്ല. ബാക്കി ലേഖനങ്ങളും നോവലുകളും എല്ലാം, ക്ലാസിക് രചനകളെല്ലാം ആസ്വാദനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ആസ്വാദനമല്ല. വിശുദ്ധ ഖുർആൻ കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു സമുദായത്തെ ഒരൊറ്റ നൂലിൽ അതെങ്ങനെ ജീവിക്കണമെന്ന് കാലാതിവർത്തിയായി അവരെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് ആയത്താണ്. അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന തെളിവാണ്. അങ്ങനെയാണ് ഖുർആനിന്റെ ആയത്തുകളെ കാണേണ്ടത്, അല്ലാതെ ആസ്വാദനമല്ല. ആസ്വാദനം അത്തരത്തിലുള്ള ആസ്വാദനമാണ്. അതുകൊണ്ടാണ് ഈ മദ്യനിരോധനത്തിന്റെ ആയത്തിറങ്ങുമ്പോ മദീനയുടെ തെരുവുകളിലൂടെ മദ്യത്തിന്റെ പുഴയൊഴുകി എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? എത്രമേൽ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു മദ്യം. ജാഹിലിയ കാലഘട്ടത്തിൽ അത് അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, അതിനെ നിങ്ങൾ വിട്ടേക്കുക, ഫജ്തനിബൂഹു, നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചേക്കുക. സഹോദരങ്ങൾ, ഈ ഓരോ വാക്കും പറയുമ്പോൾ ഒരുപാട് ആ വാക്കിന്റെ പിന്നിലെ മാസ്മരികമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഫജ്തനിബൂഹു, ഖുർആൻ അല്ലാഹു തആല മദ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ വെടിയുവാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നാം അത് നിഷിദ്ധമാക്കി എന്നല്ല, ഇന്നാ ഹറംന, നിഷിദ്ധമാക്കി എന്നല്ല. നിങ്ങൾ അത് വിട്. നിങ്ങൾ ബഹുദൈവ ആരാധന എങ്ങനെ വിട്ടോ? ഇജ്തനിബൂഹു, നിങ്ങൾ അതിനെ വിട്ടേക്ക്. ഖുർആനിന്റെ ആ പ്രയോഗത്തിന് സഹാബത്ത് നൽകിയ മറുപടി ഇജ്തബൈന എന്നാണ്, ഞങ്ങൾ വിട്ടു അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ആയത്ത്. അതുകൊണ്ടാണ് അതിൽ ചിന്തിക്കാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. തദബ്ബുർ ഉണ്ടാവണം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ. അതല്ലാതെ അത് തിലാവത്ത് മാത്രമല്ല, പാരായണം മാത്രമല്ല, അത് ചിന്തിക്കാനുള്ളതാണ്. അതിന്റെ ഓരോ ഭാഗവും ചിന്തിക്കാനുള്ളതാണ്. അതിനെ പദാനുപദമായ നിലയിൽ ചിന്തിക്കാനുണ്ട്, ആശയങ്ങൾ കൊണ്ട് ആലോചിക്കാനുണ്ട്, അതിന്റെ അമാനുഷികമായ കോർവയിൽ ആലോചിക്കുവാനുണ്ട്. ഒരേ ആയത്തിന് പല ഘടനകൾ,
എന്തുകൊണ്ട് അങ്ങനെ വന്നു? നമുക്ക് ആലോചിക്കാനുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച സത്യങ്ങൾ, അതിനുവേണ്ടി ഉപയോഗിച്ച പദങ്ങൾ, ഏതെല്ലാം മേഖലയുണ്ടെന്നറിയുമോ? ഏതെല്ലാം മേഖല? ആ മേഖലകളിലൊക്കെ ചിന്തിച്ചുകൊണ്ട് മഹാന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചെഴുതുന്നുണ്ട്. ചിന്തിച്ചുകൊണ്ട് നമ്മൾ വിട്ടുകളഞ്ഞത് ആ ചിന്തയാണ്, നമ്മൾ ഉപേക്ഷിച്ചത് ആ ചിന്തയാണ്. അതിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവലാതിയായി പരാതിയായി പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ സമുദായം ഈ ഖുർആനിനെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല അല്ലാഹുവേ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് തർക്കുൽ അമലി ബിഹി, പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള അമലിനെ, ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുന്നതിനെ നാം വിട്ടുകളഞ്ഞു. നമ്മളുടെ ജീവിത ശൈലി ഒന്ന് വേറെയാണ്. മുസ്ലിമീങ്ങളാണ് നമ്മൾ, അല്ലെ? നമ്മൾ മുസ്ലിമീങ്ങളാണ്, അതിൽ തർക്കമില്ല, സംശയമില്ല. പക്ഷെ മുസ്ലിം ആയതുപോലെയാണോ നാം ജീവിക്കുന്നത്? ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്നാണ് ഖുർആൻ വരച്ച് കാണിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് നമ്മളുടെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. എത്രയോ മുസ്ലിമീങ്ങൾ നമുക്ക് ചുറ്റും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അടുത്ത ആളിലേക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയാൾ അങ്ങനെയാണോ, അയാൾ ഇങ്ങനെയാണോ, അയാൾ അങ്ങനെയാണോ? ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ. ആരെ പറ്റിയാണ് ഈ പറയണത്? അയാളെ പറ്റിയല്ല പറയുന്നത്, എന്നെ കുറിച്ചാണ്. എന്നെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഖുർആൻ വരച്ച് കാണിച്ചു, ഒരു മുസ്ലിമാണോ നീ എന്ന് നിന്നോട് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടിയാണുള്ളത്? തർക്കുൽ അമലി ബിഹി എന്ന് പറഞ്ഞാൽ അതാണ്. ഖുർആൻ അനുസരിച്ചുള്ള അമലില്ല, ജീവിതത്തിൽ ഖുർആൻ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളില്ല, ശൈലികൾ വേറെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മളുടെ അനുകരണം വേറെ രീതിയിലാണ്. അതിനൊക്കെ നമ്മൾ പല പല സംവിധാനങ്ങളെയും ഉപയോഗിക്കും, പല ആശയങ്ങളെയും കൊണ്ടുവരും. വിശ്വാസ കാര്യത്തിൽ വരെ ആശയങ്ങൾ കൊണ്ടുവരും, നമ്മൾ കടമടക്കും വിശ്വാസകാര്യങ്ങളിൽ വരെ. എന്നിട്ട് ആ കടമെടുത്ത ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുകയും ചെയ്യും. ഇത്രയും വലിയ മുനാഫിഖീങ്ങൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, കപട വിശ്വാസികൾ. മറ്റാരാണുള്ളത്? ആലോചിക്കണം. നമ്മളെയൊക്കെ തന്നെയല്ലേ ഈ പറയണത് എന്നാലോചിക്കണം. ഓതാൻ അറിയാം, ഇതിന്റെ ആളാണ് എന്ന് പറയുകയും ചെയ്യും. ആരെങ്കിലും ഇതിനെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ, ആരെങ്കിലും ഇതിനെ മാന്യമല്ലാത്ത നിലയിൽ പ്രസിദ്ധീകരിക്കുകയോ, മാന്യമല്ലാത്ത നിലയിൽ ആരെങ്കിലും ഇതിന്റെ നേരെ കയ്യോങ്ങുകയോ ഒക്കെ ചെയ്താൽ തെരുവുകളിൽ മുഷ്ടി ചുരുട്ടി നമ്മൾ മുദ്രാവാക്യം വിളിക്കും. ആലോചിച്ചോക്കിയേ, നമ്മുടെ ഹൃദയങ്ങൾക്ക് വേദനയുണ്ടാകും. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ വേണ്ടതുമാണ്. പക്ഷെ എത്രത്തോളം ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഈ തർക്കുൽ അമലി ബിഹി എന്ന് പറഞ്ഞാൽ. മൂന്നാമതായി മഹാന്മാർ എഴുതിയത് തബ്ലീഗിഹി ഇലാ ഗൈരിഹി, വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, നാം എത്രത്തോളം ഇവിടെ പരാജയത്തിലാണ്. സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പരിമിതിയുള്ള നമ്മൾ, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത, പരിമിതി എന്താണ്? ഒരു പരിമിതിയില്ല. അതിന് ശ്രമിക്കാത്ത നമ്മൾ, അതിന് തയ്യാറാകാത്ത നമ്മൾ, ഒരിക്കൽ പോലും അങ്ങനെ ആലോചിച്ചിട്ടില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടുകൂടി പരിശുദ്ധ ഖുർആനിലെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടാവുക? നമ്മളത് വിട്ടുകളഞ്ഞു സഹോദരങ്ങളെ. തബ്ലീഗിഹി ഇലാ ഗൈരിഹി, അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനെ നാം ഉപേക്ഷിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു ശപിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റി പറയട്ടെ. ശപിക്കുന്നവരായ മുഴുവൻ ആളുകൾ, മലായിക്കത്തുകൾ, ആകാശങ്ങളിലുള്ളവർ, ഭൂമികളിലുള്ളവർ, എല്ലാവരും ശപിക്കുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു തആല അറിയിക്കുകയാണ്. അവരാരാണെന്നറിയുമോ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. അല്ലാഹു തആല അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, തെളിവുകൾ, സന്മാർഗത്തിന്റെ ദർശനങ്ങൾ, അതിനെ മനസ്സിലാക്കിയിട്ട് മറച്ചു വെക്കുന്നവരായ ആളുകൾ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാത്തവരായ ആളുകൾ, ഉലൈക അക്കൂട്ടരുണ്ടല്ലോ, അല്ലാഹു അവരെ ശപിക്കുകയാണ്.
വയൽഅനുഹുമുൽ ലാഇനൂൻ. മുഴുവൻ മലായികത്തുകളും ഭൂമി ലോകത്തെ മുഴുവൻ ആളുകളും അവരെ ശപിക്കുകയാണ്. ഖുർആൻ അറിഞ്ഞിട്ട് അതിനെ മറച്ചു വെച്ചവർ. അതാരെ പറ്റി പറഞ്ഞതാണ്? അത് നമ്മളെ പറ്റിയൊന്നുമല്ല, അത് അമ്പിയാക്കളെയും വേണമെങ്കിൽ മുസ്ലിയാക്കന്മാരെയും ഒക്കെ പറ്റി പറഞ്ഞതാണ്. ലാസ്റ്റ് നമുക്ക് സമാധാനത്തിന് ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുപോയി വെക്കണമല്ലോ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മുടെ പോരായ്മകളിൽ നമുക്ക് സമാധാനം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മളുടെ പോരായ്മകളിൽ നമുക്ക് സമാധാനം കിട്ടുന്നത് അതിനെ സ്ഥാപിക്കാൻ മറ്റൊരാളെ, ഒരു അപരനെ നമ്മൾ കണ്ടെത്തി അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുമ്പോഴാണ്. അത് അവൻ അങ്ങനെയല്ലേ, അതുകൊണ്ടല്ല ഞാനും ഇങ്ങനെ. ഞാൻ മാത്രമല്ലല്ലോ അങ്ങനെ, അവരും ഒക്കെ എങ്ങനെയാണല്ലോ. ഇതൊക്കെ ചെയ്യേണ്ടത് ഇതിലൊക്കെയല്ലേ ഉസ്താദുമാരുള്ളത്. ഉസ്താദുമാരുടെ കടമയായി ഖുർആൻ പറയുന്ന ഒന്നാണോ സഹോദരങ്ങളെ? തീർച്ചയായും അവർ കടമയുള്ളവർ തന്നെയാണ്, ബാധ്യതയുള്ളവർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ബാധ്യത ഇല്ലാതാകുന്നുണ്ടോ? ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ മൂന്ന് കാര്യങ്ങൾ മുഫസ്സിറുകളായ പണ്ഡിതന്മാർ ഇത് മൂന്നും വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ ആവലാതിയായി പറയുന്നത് അതാണ്. അല്ലാഹുവേ, എന്റെ സമുദായം ഈ ഖുർആനിനെ അവരുടെ ജീവിതത്തിന്റെ രാജമാർഗമായി കാണുന്നില്ല. അല്ലാഹുവേ, വേണ്ടതുപോലെ അവർ ഈ ഖുർആനിനെ സ്വീകരിക്കുന്നില്ല എന്ന് ആവലാതി പറയുകയാണ്, പരാതി പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണ് ഇതിനെ മനസ്സിലാക്കാതെ പോയവർ. ഇതിനെ മനസ്സിലാക്കിയവർ ഇതിന് ചുറ്റുമുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദൗത്യങ്ങളെ വിശദീകരിക്കുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ ഓതിക്കേൾപ്പിക്കൽ, അതിലൂടെ ഹൃദയങ്ങൾക്ക് മാസ്മരികമായ സംസ്കരണം നൽകൽ, തസ്കിയത്ത് പ്രദാനം ചെയ്യൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കടമയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ. നാം നിങ്ങളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു. യത്ലു അലൈക്കും ആയാതിന, നമ്മളുടെ ആയത്തുകളെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്ന ഒരു പ്രവാചകൻ. നമ്മളുടെ എന്തിനെ? ആയത്തുകളെ പാരായണം ചെയ്തു തരുന്ന പ്രവാചകൻ. ഇത് നിബിധങ്ങളുടെ ഡ്യൂട്ടിയാണ്, പാരായണം ഡ്യൂട്ടിയാണ്. നമ്മൾ ആ പാരായണം കേൾക്കുന്നവരാണ്, കേട്ടവരാണ്, പാരായണം ചെയ്യാൻ അറിയുന്നവരുമാണ്. വയുസക്കീക്കും, പാരായണം മാത്രമല്ല ഡ്യൂട്ടി, വയുസക്കീക്കും, അതിലൂടെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. ആത്മസംസ്കരണത്തിന് പരിശുദ്ധ ഖുർആനിലൂടെ ആ പ്രവാചകൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ജോർജ് ബെർനാഡ് ഷാ എഴുതുന്നുണ്ട്, The Quran is a wonderful book. ഖുർആൻ അത്യത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. It is full of wisdom and poetry. എന്ത് വലിയ തത്വങ്ങളാണ്, എത്ര വലിയ ആശയങ്ങളാണ്, എത്ര പദ്യഭാവനയാണ് പരിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് മുഴുവനും അങ്ങനെയാണ്. I have always held with the religion of Islam. ഞാൻ എപ്പോഴും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുഹമ്മദിന്റെ മതത്തെ ഞാൻ എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ ഉയർത്തിക്കാണിക്കുവാൻ? ഇൻ ഹൈ എസ്റ്റിമേഷൻ, വലിയ രീതിയിൽ ഉയർത്തിക്കാണിക്കുവാൻ. എന്തുകൊണ്ടാണ് കാരണമെന്നറിയുമോ? ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് വണ്ടർഫുൾ വിറ്റാലിറ്റി. അത് ജനങ്ങളിലേക്ക് തറഞ്ഞു കയറുന്ന അതിന്റെ ഒരു വിറ്റാലിറ്റി ഉണ്ട്, ആശയപരമായി അതിന്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ വിഷയത്തിൽ അതിനെ കവച്ചു വെക്കാൻ മറ്റൊരു ഗ്രന്ഥമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ തങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാമിനെയും ഞാൻ എപ്പോഴും ഉയർത്തിക്കാണിക്കാറുണ്ട്. പറയുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാനിയായ ജോർജ് ബെർനാഡ് ഷായാണ്. മനസ്സിലായില്ലേ? അവർക്കിത് മനസ്സിലായത് കൊണ്ടാണ്. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല, ചർച്ചയില്ല. നമുക്ക് അങ്ങനെയെങ്കിലും പറയാനാവുന്നുണ്ടോ? രാഘവൻ നായർ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു കവിയുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു സേവനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? അദ്ദേഹം ചെയ്ത സേവനം
അമൃതവാണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ പദ്യരൂപത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. എഴുതിയതാരാണ്? ബെർണാഡ് ഷാ അവിടെ നിൽക്കട്ടെ, ഗോയിഥെ അവിടെ നിൽക്കട്ടെ, അല്ലേ? അത് എഴുതിയത് മലയാളത്തിലെ ഒരു രാഘവൻ നായരാണ്. അദ്ദേഹം എഴുതിയത് അമൃതവാണി ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പദ്യരൂപത്തിൽ. നമ്മൾ എപ്പോഴെങ്കിലും അതിന്റെ അർത്ഥമൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരു നാമത്തിലോതുന്നു ദിവ്യമാം സുക്തികൾ, ലോകങ്ങളൊക്കെയും കാത്തരുളുന്നൊരു ലോകൈകനാഥനെ വാഴ്ത്തുന്നു സർവരും. സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മിയും അൽഹംദുവും അമൃതവാണിയിൽ രാഘവൻ നായർ കുറിച്ചിട്ടത് അങ്ങനെയാണ്. KG രാഘവൻ നായർ എന്ന് പറയുന്ന മലയാളത്തിന്റെ മറ്റൊരു സാഹിത്യകാരനുണ്ട്. 1960കളിൽ പത്തനംതിട്ടക്കാരനാണ് എന്നാണ് എന്റെ ഓർമ്മ. KG രാഘവൻ നായർ അദ്ദേഹം എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിത ദിവ്യദീപ്തി എന്നാണ് ആ കവിതയുടെ പേര്. ദിവ്യദീപ്തി. ദിവ്യദീപ്തി എന്ന് പറയുന്ന കവിതയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയത്തെ ആ രാഘവൻ നായർ എഴുതിയത് എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മളുടെ മൊബൈലുകളിലും കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലും ഒക്കെ പലപ്പോഴും കടന്നു വരുന്ന ഒരു സുന്ദരമായ പ്രയോഗം സ്കൂളിലെ പ്രയറാണ്. ആ സ്കൂളിലെ പ്രയർ ആകാനുള്ള കാരണമുണ്ട്. 2017 ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനാ ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പ്രയറാണ്, ഈ എഴുത്താണ്. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ, പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. എന്താണ് അർത്ഥം? എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറയുന്നത്. ദിവ്യദീപ്തിയിൽ ഒരു രാഘവൻ നായരാണ്. നമ്മൾ എവിടെയാണ്? നമ്മളതൊന്നും ചിന്തിക്കാനുള്ളവരല്ല. നമ്മൾ അൽഹംദു ഓതാനുള്ളവരാണ്. നമ്മൾ ഓദിക്കണം, ഓതലിൽ നിർത്തിക്കണം എന്നാരോ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിൽ ഖുർആനിന് ഒരു എൻട്രൻസ് നമ്മൾ കൊടുത്തിട്ടില്ല, ഇതുവരെയും കൊടുത്തിട്ടില്ല. സങ്കടമല്ലേ? പിന്നെ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ പരിതപിക്കാതിരിക്കുന്നത്? സങ്കടം പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ സങ്കടം പറയാതിരിക്കും? വിശ്വപ്രസിദ്ധ ചരിത്രകാരനായ ബ്രോഡ്ലി, RVC ബ്രോഡ്ലി എന്ന് പറയുന്ന ചരിത്രകാരൻ എഴുതുന്നുണ്ട്, ദിസ് ബുക്ക് ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ ഖുർആൻ, ഇതിന്റെ സിംപ്ലിസിറ്റി, ഇതിന്റെ ലാളിത്യം, അതിന്റെ ലളിതമായ പ്രയോഗത്തിലൂടെ അത് അറബികളിലെ ഷെഫേർഡ് ആട്ടിടയന്മാരെയും അറബികളിലെ കച്ചവടക്കാരെയും, ഷെഫേർഡ്സ് ആൻഡ് മെർച്ചന്റ്സ് എന്നാണ്, അറബികളിലെ ആട്ടിടയന്മാരെയും കച്ചവടക്കാരെയും ഇൻടു വാരിയേഴ്സ് ആൻഡ് എംപയർ ബിൽഡേഴ്സ്, യോദ്ധാക്കന്മാരായി, അതിനോടൊപ്പം ഒരു ഭരണകൂടത്തെ നിർമ്മിക്കുന്നവരായ ആളുകളായി അതിനെ പരിവർത്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നത് ചരിത്രകാരന്മാരാണ്. നമുക്ക് ഖുർആൻ ഓതുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ശികായത്തായി, ആവലാതിയായി പറയുന്നത്, അള്ളാഹുവേ, എന്റെ സമുദായം വേണ്ടതുപോലെ ഖുർആനിനെ പരിഗണിക്കുന്നില്ല. അല്ലാഹ്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവர்கள் 4ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 4 കാര്യങ്ങൾ ഖുർആനിന്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവേണ്ട, നമ്മൾ വിട്ടുകളഞ്ഞ 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് അൽ ഇൻഖിയാദു ലിഹുക്മിഹി, പരിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെടൽ. ഖുർആനിന്റെ നിയമങ്ങളുണ്ടല്ലോ, ഖുർആൻ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച, മനസ്സിലാക്കി തന്ന നിയമങ്ങൾ, ഹുക്മുകൾ, അതിനെ വഴിപ്പെടുന്നതിനെ നാം ഉപേക്ഷിച്ചു കളഞ്ഞു. വൽ ഇഖ്ബാലു അലാ അഹ്കാമിഹി, ഖുർആൻ വരച്ചു കാണിച്ച നിയമങ്ങളിലേക്ക് നമ്മളുടെ ഹൃദയങ്ങളെ തിരിക്കുന്നതിനെ, അതിലേക്ക് മുന്നിടുന്നതിനെ നമ്മൾ വേണ്ട എന്ന് വെച്ചു. നമ്മൾ പാരായണത്തിൽ മാത്രം അതിനെ ഒതുക്കി. അൽ ബശ്യു ഖൽഫഹു, ഇതൊരു ഭയങ്കരമായ പ്രയോഗമാണ്. ഖുർആനിനെ നമ്മൾ ഇമാമാക്കി കാണുകയും ഖുർആനിന്റെ പിറകിൽ നാം നടക്കുകയും വേണം. നമ്മൾ അതിനെ വിട്ടുകളഞ്ഞു. അൽ മശ്യു ഖൽഫഹു,
നമ്മളുടെ മുമ്പിൽ നടക്കേണ്ടത് എന്തായിരിക്കണം? നമ്മളുടെ മുമ്പിൽ നടക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനായിരിക്കണം. നാളെ മരണശേഷം ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചോദ്യമുണ്ടല്ലോ, ആരാണ് നിന്റെ റബ്ബാരാണ്? മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇമാമുക വമൻ ഇമാമുക. നിന്റെ ഇമാമാരാണ്? നിന്റെ ഇമാമാരാണ്? ചോദ്യമുണ്ട്. ആരാണ് ഇമാം? നമ്മളുടെ ഇമാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളികളിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഉസ്താദുമാരാണോ? ആരാണ് ഇമാം എന്ന് ചോദിക്കുമ്പോ അത് പല ഉസ്താദുമാരും വന്നിട്ടുണ്ട്. ഇന്ന് മലക്കുകളോട് മറുപടി പറയാൻ പറ്റുമോ? ആരാണ് ഇമാം? നമ്മളുടെ ഇമാം പരിശുദ്ധ ഖുർആനാണ്. അതാണ് അൽ മഷിയു ഖൽഫഹു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിന്റെ പിറകിൽ നടക്കുന്നവരാവണം നമ്മൾ. ജീവിതത്തിൽ അതെങ്ങനെയാണ് ഖുർആന്റെ പിറകിൽ നടക്കുക? നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഒരു മേഖലയും പരിശുദ്ധ ഖുർആൻ സ്പർശിക്കാതെ വിട്ടിട്ടില്ല. അവിടെ നമ്മളുടെ പ്രശ്നങ്ങളുടെ പരിഹാരമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ആവലാതികൾ അത് അവസാനിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലാണ്. നമ്മളുടെ ആശയപരമായ സംവേദനങ്ങൾ അവസാനിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് മുമ്പിലാണ്. നമ്മളുടെ ചിന്താമണ്ഡലങ്ങൾ പരിഭ്രമിച്ച് നിന്നു പോകുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, ആലോചിക്കുമ്പോഴാണ്. നമ്മൾ വിട്ടുകളഞ്ഞത് അതാണ്. അൽ മഷിയു ഖൽഫഹു, ഖുർആനിന്റെ പിറകിൽ നടക്കൽ. നാലാമതായി മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇങ്ങനെ എഴുതി, അൽ അദൂലു അൻഹു ഇലാ ഗൈരിഹി, അതിനെ വിട്ട് മറ്റുള്ളതിലേക്ക് നാം തിരിഞ്ഞു എന്നതാണ്. നമുക്ക് പരിശുദ്ധ ഖുർആൻ ആസ്വാദനം നൽകുന്ന ഒന്നായി മാറുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ആസ്വാദനങ്ങളെ പാട്ടുകളിലേക്കും കവിതകളിലേക്കും നോവലുകളിലേക്കും നാം തിരിച്ചുവിടുകയാണ്. ബിനിയാമിന്റെ ആടുജീവിതം മുഴുവനും വായിച്ചു തീർത്ത എത്ര പേർ ഇവിടെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ, ഏതെങ്കിലും നിലയിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ പുസ്തക വായനയുള്ളവരുണ്ടെങ്കിൽ, അവരുടെ വായനയുടെ ശേഖരത്തിൽ ഒരിക്കലും വിട്ടുപോകാത്ത സമീപകാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഒരു രചനയാണ് ബിനിയാമിന്റെ ആടുജീവിതം. ആടുജീവിതത്തിലെ ചർച്ചകളൊക്കെ പല കോലങ്ങളിലും പല മേഖലകളിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു ദിവസം കൊണ്ട് താഴെ വെക്കാതെ വായിച്ചു തീർത്ത കൃതികളിൽ ഒരു കൃതിയാണ് ബിനിയാമിന്റെ ആടുജീവിതം. അതിന്റെ ഓരോ പേജുകളും കഴിഞ്ഞു ചെല്ലുമ്പോ നമ്മൾ ഇങ്ങനെ അത്ഭുതത്തോടെ ഇതിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ആ അവസ്ഥ, അവിടെ എന്തായിരിക്കും ആ മരുഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടാവുക, അവസാനം എന്താണ് ഉണ്ടായത്, ഇത്ര സുന്ദരമായ ആഖ്യാനം താഴെ വെക്കാതെ ഒരു ദിവസം കൊണ്ട് സമ്പൂർണമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് മറ്റൊരു പണിയിലേക്കും പോകാതെ, പണിയിലേക്ക് പോകാൻ സമ്മതിക്കാതെ പിടിച്ചിരുത്തിയ ഒരു ഗ്രന്ഥമാണ് ബിനിയാമിന്റെ ആടുജീവിതം. انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن فبأي آلاء തകഴിയുടെ രചനകൾ നിങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ, കയറിലെ ഓരോ പേജുകളെയും സാഹിത്യത്തിന്റെ വിവിധങ്ങളായ രീതിയിൽ നിങ്ങൾ അതിനെ കോർത്തിണക്കി നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിൽ, ഓരോ ദിവസവും ഓരോ ആഴ്ചയും ചെറുപ്പകാലത്ത് നമ്മളുടെ വീട്ടിൽ പത്രമിടാൻ വരുന്നതാണ്, ബാലരമയും പൂമ്പാറ്റിയും കൊണ്ടുവരുന്നതിനെ കാത്തിരുന്ന ആസ്വാദനത്തോടെ
നാം അതിനെ കാത്തിരുന്ന് വായിച്ചിട്ടുണ്ട് എങ്കിൽ, SK പൊറ്റക്കാടിന്റെ യാത്രാ വിവരണങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഉദ്യോഗത്തോടുകൂടി വായിച്ചു തീർത്തിട്ടുണ്ട് എങ്കിൽ, ഖുർആനിന്റെ വിഷയത്തിൽ നമ്മളോട് ചോദിക്കേണ്ടത് ഒരൊറ്റ തവണ വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ മാനിഫെസ്റ്റോയായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിന് പരിചയപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു സൂറത്തിനെ പറ്റി ആലോചിക്കാൻ, അതല്ലെങ്കിൽ മുഴുവൻ സൂറത്തുകളുടെയും ആശയങ്ങളെ, അർത്ഥങ്ങളെ ഒരൊറ്റ തവണയെങ്കിലും മനസ്സിലാക്കാൻ ഈ 10-20 വയസ്സായി, 30 വയസ്സായി, 40, 50, 60 വയസ്സായിട്ട് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രവാചകൻ നമ്മളെ കുറിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയാതിരിക്കുക? ജീവിതത്തിന്റെ രാജമാർഗമായി ഖുർആനിനെ സ്വീകരിക്കുന്നിടത്താണ് നാം വിജയിക്കുന്നത്. അതല്ലെങ്കിൽ പ്രവാചകർ പരാതി പറയുന്ന ഈ വിഭാഗത്തിൽ നമ്മളും നമ്മുടെ ജീവിതത്തെ കെട്ടിയിട്ടു പോകും. താമസിച്ചിട്ടില്ല സഹോദരങ്ങളെ, ഇനിയും സമയമുണ്ട്. ഖുർആനിലേക്ക് അടുക്കുവാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഖുർആനിന്റെ പുറകെ നടക്കുവാൻ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി.